ഇത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടാക്കിയിരിക്കുന്ന എസ്റ്റിമേറ്റ്, ഈ കൊടിമരം മാറ്റുന്നതിനുണ്ടാക്കിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 3,20,30,000 രൂപയാണ്. അപ്പോൾ അത് പ്രകാരം അത്രയും തുക തന്നെ ഫീനിക്സ് ഗ്രൂപ്പ് കൈമാറുന്നു. അത് ധനലക്ഷ്മി ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയിൽ ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അതിലേക്കാണ് ഈ പണം നിക്ഷേപിക്കുന്നത്. ഇതൊക്കെ സുതാര്യമായ ഇത്രയും നടപടികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക അക്കൗണ്ട് തുടങ്ങുന്നു. ദേവസ്വം ബോർഡ് അതിനു മുമ്പ് 10 ലക്ഷം ആദ്യം ഈ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് 10 ലക്ഷം ആദ്യം ഇടുന്നു. ഇനി ഈ തുകയിൽ നിന്ന് എത്ര ചെലവായി ഈ കൊടിമരത്തിലേക്ക്? 2,93,00,000 ചില്ലാനം രൂപയാണ് ഈ കൊടിമരത്തിന് ചെലവായത്. അപ്പോൾ എറണാകുളം കസ്റ്റംസിൽ നിന്നാണല്ലോ സ്വർണം വാങ്ങുന്നത്. അപ്പോൾ ആ സ്വർണം വാങ്ങുന്നു. എന്നാൽ ഈ തുക, അതായത് ഈ ബാങ്കിലിട്ടിരിക്കുന്ന 3,20,30,000 രൂപ ആവശ്യം വന്നിട്ടില്ല. ഈ തുക മുഴുവൻ ഉപയോഗിക്കേണ്ടായി വന്നിട്ടില്ല. അപ്പോൾ ഇത് കൂടാതെയാണ് സിനിമക്കാർ കൊടുത്ത സ്വർണം. സിനിമക്കാർ കൊടുത്ത സ്വർണത്തിൽ ഇപ്പോൾ 3 സിനിമക്കാരുടെ പേര് മാത്രമേ നമുക്ക് അറിയാവുന്നുള്ളൂ. ഒന്ന് സുരേഷ് ഗോപിയാണ്, ഒന്ന് മേനക സുരേഷാണ്, പിന്നെ എന്താണ്, രഞ്ജി പണിക്കരുടെ പേര്. ഈ പേരുകൾ 3 പേരുകൾ മാത്രമേ രേഖാമൂലം ഷാജി കൈലാസിന്റെ മേനക സുരേഷിന്റെ, നമ്മൾ ചിത്രങ്ങൾ കാണുന്ന പോലെയല്ല, രേഖകളിലുള്ളത് ഷാജി കൈലാസിന്റെയും മേനക സുരേഷിന്റെയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും പേരുകൾ മാത്രമാണ് എഴുതി രേഖയിൽ പ്രകാരമുള്ളത്. അതിൽ സുരേഷ് ഗോപിയും ചില ഭക്തരും എഴുതിയിരിക്കുന്നത് 80 ഗ്രാം 412 മില്ലിഗ്രാം സ്വർണം തന്നു എന്നാണ് രേഖയിലുള്ളത്. ഈ ഷാജി കൈലാസും മേനക സുരേഷുമാകട്ടെ ബിസ്ക്കറ്റിന്റെ രൂപത്തിലാണ് സ്വർണം കൊടുത്തിരിക്കുന്നത്. അത് 245.520 ഗ്രാം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ രേഖയുണ്ട്. ബാക്കിയുള്ളവരിൽ രേഖയില്ല. പക്ഷേ 27 പേര് ഉണ്ട് എന്നുള്ള കാര്യം കണക്കുകളുണ്ട്, ചിത്രങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളും ഈ കട്ടിളപ്പാളിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഏത് സമയത്താണ് അറിയുള്ളൂ, കോവിഡിന്റെ കാലത്ത് രഹസ്യമായി അവിടെ നിർത്ത് മാറ്റുന്നു, വേറെ ആരും കാണുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സിനിമാക്കാർ വരുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്, കൊടിമരം മാറ്റുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്. ഇതൊന്നും രഹസ്യമായി ചെയ്ത എന്തോ ഒരു പുറത്തു വരുന്ന എന്ന രൂപത്തിൽ പറയേണ്ട. അന്ന് ദൃശ്യങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ കൊടിമരം മാറ്റുന്നു എന്നന്ന് ഭക്തിയോടുകൂടി തന്നെ പത്രങ്ങളിൽ ഫോട്ടോ കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ രഹസ്യ സ്വഭാവമില്ല. ഇതിലെ ക്രമക്കേടാണെന്നേ വിഷയം. ഇത് അതിൻ്റെതായ നടപടിക്രമങ്ങളിലൂടെ പോയിട്ടില്ല എന്നതാണ് വിഷയം.